അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം സാധനം വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ വേണ്ട ഉച്ചയാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ പോവോ പ്ലീസ്. എന്തൊരു മരണം. നമുക്ക് അവിടെ എത്തിയിട്ടെടുക്കും. അതിൻ്റെ കട അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾ വേണ്ട തൈരും വാങ്ങിച്ച് എന്താ വെള്ളം ചൂടാക്കണം. പിന്നെ വേണ്ട മലക്കറിയും വാങ്ങിച്ച്, നേരത്തെ മലക്കറി ഉണ്ടാവും, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച്, മല്ലിയില വേണ്ട എടുത്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ വാങ്ങിച്ചിട്ട് വണ്ടിയും കഴുകി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകണം. അമ്മ വേണ്ട, തുണി കഴുകണം, വണ്ടി കഴുകണം, അതൊക്കെ അച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ വിളിക്കുന്നേ. വള്ളിക്കുഴിയാണ്. സച്ചിൻ പിന്നെ രണ്ട് കവർ തൈരും വാങ്ങിച്ച് ചെയ്യാനായിട്ടോ. ഇവിടെ മുഴുവൻ കത്തിപ്പോകാത്ത ഭാഗ്യം കേട്ടോ, അല്ലെങ്കിൽ മൊത്തവും കത്തി പിടിച്ചു തന്നെയായിരുന്നു. ഇവിടെയൊക്കെ മൊത്തം കരിയിലല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ കത്തി പിടിക്കുന്നു. തേങ്ങ നമ്മുടെ ഇവിടെയായിട്ട് ചക്കയൊക്കെ പക്ഷേ ഈ ഭാഗത്തോട്ട് എങ്ങനെ ചക്ക വന്നായിട്ട് ഇതാ ഭാഗത്തൊക്കെ തരും. അപ്പുറത്തൊക്കെ അവിടെ എഴുതുന്നുണ്ട് ആ കാണാൻ വേണ്ടി. പക്ഷെ അവർ അങ്ങനെ തരൂല. നമ്മളെന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങിച്ച് വേണമെങ്കിൽ അറിയാം. പക്ഷെ നമ്മളൊക്കെ ഒന്നും തരൂല. അങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെ ഉണ്ട്. അത് തരാട്ടോ. അപ്പം ണ്ടിരിക്കുകയാണ്.
പിന്നെ എന്നിട്ട് അവിടെയും കത്തിച്ചേട്ടാ, അപ്പുറത്തും കത്തിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെയും കത്തിച്ച് ആ കാണുന്ന ഭാഗത്ത് അവിടെയും കത്തിച്ച് കണ്ട അവ കാണണം. ഈ മരം ഇല്ലേ, ഈ മരത്തിൻ്റെ അവിടെ മൂട്ടിലായിട്ട് കത്തിച്ച് വെച്ചിട്ട് കത്തിയായിട്ടോ പോലും നിങ്ങളുടെ അവസ്ഥ. ഈ വീട് കൊടുക്കായിട്ടിരിക്കണ, ഈ വീട് ആരാണ് മനോരയിൽ വെച്ച് നോക്കിയിട്ടിരിക്കുന്നത്. മനോരയിൽ വെച്ച് ഒരു ദിവസം വന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് പോകണുണ്ട്. ഒരു ദിവസം വന്നിട്ട് താമസിച്ച് 2-3 ക്ലാസ് ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോഴത്തേക്കും കണ്ട ചോദിച്ചു ഈ വസ്തു എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച്. അച്ഛൻ നെയ്യാറ്റിങ്കര പോയിരിക്കണം കേട്ടോ. അപ്പം ശരി ലേറ്റാവും ആവും, ഇപ്പോൾ ഉച്ചയാവും, ഉച്ചയ്ക്ക് എത്തുമായിരിക്കും. എന്നാലും ഇവിടെ കത്തിച്ചത് അത്ര കുഴപ്പമൊന്നും വന്നില്ല കേട്ടോ. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാറകളുണ്ട് കേട്ടോ. ഇവിടെ മൊത്തവും പാറകളും അതും ഇതൊക്കെയാണ്. നിങ്ങളവിടെ ഇതേപോലെ പാറ അങ്ങനത്തെ ഉണ്ടെങ്കിൽ പറയണേ, നല്ല ഡേഞ്ചറാണ് കേട്ടോ അങ്ങോട്ടൊക്കെ. അങ്ങ് അറ്റത്ത് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ട് ഒരു ചെറിയൊരു പാറ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണ വഴിക്ക് ഇറങ്ങുമ്പം നേരെ ഒരു വലിയ പാറ ഉണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ അങ്ങ് ഒരെണ്ണമുണ്ട്. ഇവിടെയൊക്കെ ഒരു ട്രിപ്പ് പോകാനുണ്ട്. പോയാലോന്ന് സാധനത്തിൻ്റെ ബില്ല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധനത്തിൻ്റെ ബില്ലെന്ന് പറഞ്ഞാൽ ബില്ലെന്ന് പറയുന്നത് എത്ര തോന്നുന്നു കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ. സൺഫ്ലവർ ഓയിൽ 1 കിലോ മൊത്തത്തിൽ 574 ആണ്. ഇത് കൂട്ടി ചെയ്യാൻ പറ്റില്ല കേട്ടോ. സവാള 2 കിലോ, ചെറിയ ഉള്ളി 1/2 കിലോ, അരി 5 കിലോ, പിന്നെ സാമ്പ്രാണി തിരി 2 എണ്ണം, മൊത്തത്തിൽ 526 രൂപ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇത്രയും വില ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഭയങ്കര വില കേട്ടോ ഇവിടെ, ഭയങ്കര വില കേട്ടോ ഇവിടെ. ഇപ്പം നമുക്ക് പിന്നെ അവിടം തൊട്ട് നമ്മൾ ആ റോഡ് എൻഡ് ചെയ്യുന്ന തൊട്ട് കണ്ട് ഇവിടം വരെ തൂക്കാൻ കേട്ടോ. ഇവിടെ തൂത്തിട്ട് നമുക്കെന്നിട്ട് അപ്പോഴും ഇവിടെയും കത്തിച്ച് ഇവിടെയും കൂടെ തൂക്കണം. ഇവിടം വരെ തൂക്കും. ബാക്കിയത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൂത്ത് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് തൂത്ത്. എന്താ വണ്ടി ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടി നാളെ ആയിട്ടാ കൊണ്ടുപോകും. അത്രയും തൂത്തായിട്ട് ഇങ്ങോട്ടാക്കി ഇതിനെ അതേപോലെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ ഒരു വാഴയുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. വാഴയുണ്ട്, സൂക്ഷിക്കണം. ഒരു പൂച്ച നോക്കട്ടെ. വളഞ്ഞാക്കണ ഇറച്ചി മേക്കിങ് ചെയ്യണം. തൂത്ത് കണ്ട് ഈ സൈഡിലോട്ടാക്കിയിട്ട് പിന്നീട് തൂത്ത് മാറ്റും. അവിടെ ഇത്രയും തൂത്ത് എൻ്റെ ഇവിടെ ഇത്രയും തൂത്ത് മൊത്തം തൂത്ത് മാറ്റി ചെയ്യണം കേട്ടോ. അപ്പം
എവിടെയാണ് കണ്ടോ ഇരിക്കുന്നത്? ഇവിടെ തൂക്കണം. പിന്നീട് കേട്ടോ ഇറച്ചി സെറ്റ് ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിങ്ങനെ വെളിച്ചെണ്ണ അതത്രയും കഴിഞ്ഞു കേട്ടോ. ഇനി തേങ്ങ അരിക്കണം. തേങ്ങ അരിയാണ് കേട്ടോ. ചേച്ചിയോട് വെളുത്തുള്ളി തേങ്ങ അരിട്ട് എടുക്കാം. തേങ്ങ അരിച്ച് നല്ലതും കഴിഞ്ഞിട്ടോ. പിന്നെ എടുക്കാം. ഇവിടെ മരിച്ചിനി വെച്ച് മല്ലിയില ഇറച്ചി അല്ല മീനാട്ടോ. എന്തൊരു മണം ഗൈസ്. അരിയാകും എന്തിലേക്കും വേണം. വലിയ തല കേട്ടാ അമ്മ, വലിയ തല മീന്. പിന്നെ എടുക്കാം. അടിപൊളി. സൂപ്പർ. അവിടെ കിടക്കണം. പിന്നെ എടുക്കാൻ വേണ്ടി ഈ കടലിലൊക്കെ ഇത് ചേർക്കൂലേ, അതായിട്ട് ആ ഒരു മസാല വെച്ച് പൊരിച്ചത് ചിക്കൻ കഴിക്കില്ലേ, അതിൻ്റെ ആ മസാല വെച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് ഒന്ന് പിന്നെ എടുക്കാം. കറക്റ്റ് അതേ ഞാൻ അരപ്പ് കൂട്ടിയത് ഒരു രക്ഷയായി. തുണിയെ കഴുകി അവിടെയൊക്കെ തൂത്ത് സെറ്റാക്കി ഇതെല്ലാം ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. എല്ലാം ഒരുമിച്ച് തുണിയെ കഴുകി ഇനി ഉണക്കേട് ഇട്ടോളും. പിന്നെ എടുക്കാം. എവിടെ പോയി കേട്ടോ. മരിച്ചിനി ഇത് മരിച്ചിനി ചിക്കൻ പൊരിച്ചത്, കടയിലൊക്കെ പൊരിക്കുമ്പോൾ പൊരിച്ചത്, തോരൻ, കറി എടുത്തിട്ടാ കറി, മാങ്ങ ഒഴിച്ചെറി, തോരൻ എല്ലാം. ഇറച്ചി പൊരിച്ച് ഇതിട്ട് ഇങ്ങനെ വരവി
ഇങ്ങോട്ട് കറിയുണ്ട് കേട്ടോ. ഒരാൾ ബോധം എടുക്കുന്ന 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ റെസിസ്റ്റ് ചെയ്യും. എബ്രാങ്കോസ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾ ഇത്ര അടുത്തല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കാണും. ഇത് എബ്രാങ്കോസ് റെസിസ്റ്റ് ചെയ്യില്ല എന്ന് എന്തെങ്കിലും തരത്തിൽ ഉറപ്പുള്ള ആരുമാണ് ചെയ്യുന്നത്. കറി വെച്ച് ബരവി മരിച്ചിനി മാഡം ഗംഭീര ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനായിട്ട് ഈ സ്വാധീനിക്കലും ഭീഷണിപ്പെടുത്തുന്നതും മരണത്തോട് തന്നെ ഏകദേശം 17 തവണ സ്ഥലമാണ്. അപ്പോൾ കൊല്ലാൻ കാരണങ്ങളുള്ള ആൾക്കാരുടെ നില തന്നെ ചർച്ചയുണ്ട്. ശരീരത്തിൽ ഒറ്റമുറിയുടെ ട്രേസസ് ഉണ്ടെന്നല്ലാണ്ട് നമുക്ക് വേറെ സ്പെസിഫിക് ലീഡ്സ് ഒന്നുമില്ല മാഡം. പിന്നെ പ്രദീപ് പറഞ്ഞ പോലെ നേരത്തെ അകത്താക്കി ക്രിമിനൽസ് വല്ലോ പതിയാകുമ്പോൾ നോക്കണം. അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിലൊന്നും ചെറുതായിട്ട് തലർത്തി വീണത്. ഡോക്ടറെ വിളിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബൈ. കറിയുണ്ട് കേട്ടോ. ഒരാൾ ബോധം എടുക്കുന്ന 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ റെസിസ്റ്റ് ചെയ്യും. എബ്രാങ്കോസ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾ ഇത്ര അടുത്തല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കാണും. ഇത് എബ്രാങ്കോസ് റെസിസ്റ്റ് ചെയ്യില്ല എന്ന് എന്തെങ്കിലും തരത്തിൽ ഉറപ്പുള്ള ആരുമാണ് ചെയ്യുന്നത്. കറി മാങ്ങ ഒഴിച്ചെറി തോരൻ എല്ലാം ഇറച്ചി പൊരിച്ച് ഇതിട്ട് ഇങ്ങനെ വരവി ഇങ്ങോട്ട് മരിച്ചിനി ഇത് മരിച്ചിന് ചിക്കൻ പൊരിച്ചത് കടയിലൊക്കെ പൊരിക്കുമ്പോൾ പൊരിച്ചത് തോരൻ കറി എടുത്തിട്ടാ